നിങ്ങളെ മക്കൾക്ക് ജീവിക്കാൻ കൊതിയുണ്ടാ? ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ജീവിക്കാൻ കൊതിയില്ല. കാരണം എന്താ അറിയോ, ഞാൻ പരീക്ഷ തോക്കുന്നൊരു ചെക്കനാ. പക്ഷെ എനിക്ക് അതിന് സങ്കടമൊന്നുമില്ല. കാരണം സൂപ്പി മാഷ് എന്നോട് ആദ്യം പറഞ്ഞു, പഠിച്ചിട്ടില്ലേ തോക്കും പൊട്ട, തോറ്റാൽ ഞാൻ അടിക്കും പൊട്ട. എൻ്റെ 4ാമത്തെ വയസ്സിൽ എൻ്റെ സൂപ്പി മാഷ് എന്നെ പഠിപ്പിച്ച സാധനമായത്, പഠിച്ചിട്ടില്ലെങ്കിൽ തോക്കും പൊട്ട, തോറ്റാൽ ഞാൻ അടിക്കും പൊട്ട. അതുകൊണ്ട് തന്നെ എനിക്ക് 8ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ തോറ്റപ്പോൾ എണീറ്റാടെന്ന്, സാർ അടിച്ചോളൂ. കാരണം എൻ്റെ തലച്ചോറിനോട് മാഷ് പറഞ്ഞു എനിക്ക്. പക്ഷെ എൻ്റെ അമ്മേൻ്റെ തലച്ചോറിനോട് ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഞാൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ കാത്തുക്കും. ഞാൻ വരുന്നത് അംഗപ്പെട്ട അമ്മ തന്നെ, എനിക്ക് ചോറ് തരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന അമ്മയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എൻ്റെ അമ്മ കയറി ചെല്ലുമ്പോൾ തന്നെ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ, നിങ്ങളെപ്പോലല്ല കേട്ടോ എൻ്റെ അമ്മ, പരീക്ഷ പേപ്പർ കിട്ടിയൊന്നു. മനുഷ്യന്മാർക്ക് ഓർക്കുവാൻ ഇട്ടയില്ലാത്ത സാധനം വീട്ടുകാരും ചോദിക്കേണ്ട സാധനമാണോ അത്? വീട്ടിലല്ലേ തന്നെ എങ്ങനെയല്ലോ വരുന്നത്. അന്നേരത്താണ് ഒടുക്കത്തെ ചോദ്യം, പേപ്പർ കിട്ടി. ഞാൻ അവനെ ഉളുപ്പില്ലാണ്ട് ഞാൻ പറഞ്ഞു, ആ കിട്ടി. എത്ര? അവന് 3 മാർക്ക്. എനിക്ക് 3 മാർക്ക് കിട്ടിയതിന് എൻ്റെ അമ്മക്ക് ഒരു വിഷമവും ഇല്ല കേട്ടോ. എനിക്ക് പണ്ടേ വിഷമമില്ല, കാരണം പഠിക്കാത്തതുകൊണ്ടാണല്ലോ. പക്ഷെ എൻ്റെ അമ്മേൻ്റെ 2ാമത്തെ ചോദ്യം, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, എൻ്റെ കൂടെ സ്കൂളിൽ നിന്ന് വരുന്ന എൻ്റെ അപ്പുറത്തെ വീട്ടിൽ മുഹമ്മദ് മാഷ്, ഇപ്പം മാഷാണ്. എൻ്റെ അമ്മ ചോദിക്കുക, മുഹമ്മദിന് കിട്ടിയ? എനക്കാണ് അവനെ കണ്ണെടുത്താൽ കണ്ണുകൂടാ. അവനാ കിട്ടി. എത്ര? 47. എന്നേരത്താണ് എൻ്റെ അമ്മ ഉണർന്നത്. എൻ്റെ മകൻ തിന്നും തന്നിട്ട് എന്ത് ഉപകാരം എനിക്ക്, മറ്റോനെ മറിച്ചോനെ ഉളുപ്പില്ലാത്തവനെ. ഒരു കുട്ടി വീട്ടിൽ വരുമ്പോൾ അമ്മ പറയേണ്ട വർത്താനം അത്. നിങ്ങൾ പറ, നിങ്ങൾക്ക് ഇഷ്ടാവുമോ? അതേ സംഭവം എൻ്റെ മോള് സ്കൂളിൽ നിന്ന് വരുമ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ എൻ്റെ മോക്ക് ഇഷ്ടാവുമോ? എനിക്ക് കിട്ടിയ നന്മകൾ ഞാൻ എൻ്റെ മക്കളിലേക്ക്, എനിക്ക് കിട്ടിയ തിന്മകളും മക്കൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അതുകൊണ്ട് എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഭാര്യയെ മക്കൾ സ്കൂൾ വിട്ടു വരുമ്പോൾ ഇനി മിണ്ടരുത്.